ഓയ് എന്താ ഇവിടെ? അപ്പന്റെയും കൊച്ചുമാന്റെയും പാട്ടൊന്ന് കേൾക്കായിരുന്നു. അതിന് നീ അവരല്ലല്ലോ നോക്കുന്നേ. അതെ, പാട്ട് കേൾക്കുമ്പോ കണ്ണൊരിടത്തും കാത് മറ്റൊരിടത്തും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഞാൻ അങ്ങനെ കേട്ടിട്ടില്ലല്ലോ. നീ ആരെയാ കാണാൻ വന്നിരിക്കുന്നെന്ന് എനിക്കറിയാം. ചേച്ചി സത്യമായിട്ട് ഞാൻ നീ ബാബുട്ടനല്ലേ കാണാൻ വന്നിരിക്കുന്നേ? എന്താടി വളർത്താൻ കൊടുക്കാൻ ഇവിടെ ആടൊന്നുമില്ലല്ലോ. ആടിനെയല്ല, ആളിനെ അന്വേഷിച്ചാ വന്നിരിക്കുന്നേ. ആളിനെയോ? ആരെ? നേരിട്ട് ചോദിച്ചാലറിയാം. എന്താ? അതെ, മുമ്പായിരുന്നു നമുക്കിടയിൽ ഭാര്യയായിട്ട് ആലിച്ചേച്ചുണ്ടായിരുന്നു. അവരാണെങ്കി ഇപ്പൊ ഏകപത്നി വ്രതായിട്ടിരിക്കുക. പിന്നെ ഇപ്പൊ എന്താ കുഴപ്പം? എന്തോന്ന് വ്രതവാ? ഏകപത്തിനി വ്രതോ? എടി കണ്ട പൈങ്കിളി കഥയൊക്കെ വായിച്ചിന്റെ തലമണ്ട തിരിഞ്ഞിരിക്കുക. പോ വണ്ടി വിട്. മോളെ, നീ മോനെയും കൊണ്ട് അകത്തു പോയി കിടന്നു. അവരുടെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് പുലർന്നിട്ടേ എത്തൂന്നാ തോന്നുന്നേ. അപ്പച്ചൻ വന്നിട്ടേ ഉറങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കായിരുന്നു. ഇപ്പഴേ ഒന്ന് മയങ്ങി. കൊള്ളാം, ഉറങ്ങുന്ന ഒരു സന്തതി. അപ്പച്ചന്റെ ശബ്ദം ദൂരെ നിന്ന് കേട്ടു നോക്കട്ടെ, അപ്പൊ കാണാം. ഇന്നെന്താ ഇവിടെ ആർക്കും ഉറക്കമില്ലേ? ഓ, പുന്നാര മോൻ ജയിച്ചു വരുന്ന കാണാൻ നിൽക്കായിരിക്കും. മാനത്തം വിളി മണ്ണിൽ മാർഗഴി മരമടി തുടിതാളം തകർന്നോം. ഹായ് അപ്പച്ച. മിഠായി എവിടെ? ഇന്നാടാ മോനെ, ഇന്ന് വർക്കിക്ക് സന്തോഷം അടക്കാനാവാത്ത ദിവസാ. എന്റെ ബാവുക്കുട്ടൻ ആദ്യമായിട്ട് മത്സരിച്ച് ജയിച്ച ദിവസല്ലേ. നീ ഇതകത്ത് കൊണ്ട് വെക്കടാ കുട്ടാ. ദേ നിക്കണു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരുത്തൻ. ഇവൻ എനിക്ക് തന്നെ ഉണ്ടായതാണോ അതോ വല്ല പന്നിക്കും? വന്നു കേറി തുടങ്ങി അവന്റെ നേരെ. അതേടി, ഇവൻ ബാവുക്കുട്ടനെ കണ്ട് പഠിക്കട്ടെ. ആ കൊച്ചേ, മത്സരത്തിൽ നിന്ന് ഞാൻ പെട്ടെന്ന് പിന്മാറിയപ്പോൾ എല്ലാവർക്കും ഉറപ്പായിരുന്നു മാമച്ചൻ ജയിക്കുമെന്ന്. എന്റെ കൊച്ചെ, ഇവൻ ഞവരിയിലേക്ക് കയറി നിന്നതും മൂന്നാമത്തെ കഥനവടി ഠോ എന്ന് പൊട്ടിയതും പിന്നത്തെ കാഴ്ച ഒന്ന് കാണേണ്ടതായിരുന്നു. ചാട്ടുളി പായുന്ന പോലെ ആയിരുന്നില്ലേ ഇവന്റെ പാച്ചിൽ. ആലിസേ, അതാ വരുന്നോ. മോനിങ്ങി വാ. വാടാ. മോഞ്ചല്, ഇനി വർക്കി അങ്ങ് തട്ടിപ്പോയാലും ഒരു കുഴപ്പമില്ല. ഈ വീട്ടിലെ കാര്യങ്ങൾ എന്റെ ബാവുമോൻ നോക്കിക്കോളും. മരമടി മത്സരമായാലും എന്തായാലും. പവിഴമണി പോലുണ്ട് വിത്ത്. വിത്ത് ഗുണം മാത്രം പോരാ, നിന്നെ പോലെ ഐശ്വര്യമുള്ളവർ ആദ്യത്തെ കൈവിത്ത് എറിയണം. എന്താ? ഒന്നുമില്ല, വെറുതെ. വെറുതെ വെറുതെ വിളിക്കേ? വെറുതെ ആണെന്ന് പറഞ്ഞില്ലേ? എന്താ അവിടെ ഒരു കിണ്ടാട്ടം? ഈ ബാബുണ്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന്. ഇവിടെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഓരോന്ന് പറഞ്ഞാപ്പാ. അയ്യോ, ഞാൻ വിളിച്ചു വരുത്തിന്നോ? ഞാൻ ഈ വഴി പോകുമ്പോ എന്നെ മാടി വിളിച്ചിട്ട് എനിക്ക് നിന്നെ ഇഷ്ടം കെട്ടിക്കൊണ്ട് ചോദിച്ചില്ലേ? ഇവള് പറയുന്ന പച്ചക്കള്ളം. ഇടി നിന്നെ ഞാൻ ഇവളെന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും അറിയില്ല. കുറച്ചൊക്കെ എനിക്കും കണ്ടാ മനസ്സിലാവൂടാ. നിനക്ക് അവളെ ഇഷ്ടമാണോടാ? അയ്യോ, അപ്പ എനിക്കോ? എന്താ ഇപ്പൊ പറയുന്നത്? വാ വാ വാ. വെറുതെ അല്ലേ ഇവളെ കാന്താരി എന്ന് വിളിക്കണേ. മകളുടെ കല്യാണവും പറഞ്ഞ് കാശ് വാങ്ങിച്ചത് വർഷം 4 ആയി. 5000 രൂപ മുതലും പലിശയും ചേർത്ത് 20,000 ആയി. അത് തന്നിട്ട് മതി ഇനി അങ്ങോട്ടുള്ള പൊറുതി. കൊല്ല നിവർത്തി ഉണ്ടായിരുന്നെങ്കിൽ തന്നു തീർക്കില്ലായിരുന്നു കൊച്ചമ്പ്രാനെ. ഒരു 2 മാസം അവധി കൂടി തന്നാ മതി. വല്ലതും വിറ്റോ പറക്കോ ഞാൻ എങ്ങനെയും തന്നു തീർത്തോളാം. കൊല്ലം 4 ഒരു ചില്ലിക്കാശ് പോലും തരാൻ കഴിയാത്ത താനായി ഒലത്താൻ പോന്നെ. മര്യാദ വെളിച്ചപ്പാടിന് ഈ പൊരടത്തി നിറക്കിവിടാൻ പറ്റില്ല. പിന്നെ ഈ അമ്പലവാസി തരാനുള്ള 20,000 രൂപ നീ തരൂടാ? തരൂടാ. എന്തേ വിശ്വാസം വരുന്നില്ലേ? കോയിക്കത്തറവാട്ടിന്റെ മുറ്റത്ത് വന്ന് നിന്റെ തന്തയുടെ കയ്യിൽ വർക്ക് കാശ് കൊടുക്കും. എന്താ എല്ലാവരും കൂടി ഇങ്ങോട്ടൊരു എഴുന്നള്ളത്ത്? കരപ്പിരിവല്ല, വെളിച്ചപ്പാടിന്റെ മുതലും പലിശയും ചേർത്ത് തന്റെ കണക്കിൽ എത്ര വരും? ആളുകളൊക്കെ ആളെ കൂട്ടിയ സ്ഥിതിക്ക് പണത്തിന്റെ കണക്കും വെളിച്ചപ്പാട് പറഞ്ഞു കാണാതിരിക്കില്ല.
5000 രൂപയ്ക്ക് 4 കൊല്ലത്തെ പലിശയും കൂട്ടി 20,000 രൂപ അല്ലേ? ഇതിലും ഭേദം ഈ പാവത്തിന്റെ കഴുത്തി കത്തിവെക്കുന്നതായിരുന്നു. ദാ ഇത് 20,000 രൂപയുണ്ട്. ഇത് ഇവന്റെ മുഖത്തെറിഞ്ഞു കൊടുത്ത ആധാരം തിരിച്ചു മേടിക്കും. ചെല തന്റെ വീടിനകത്ത് കയറി ആധാരം എടുക്കാൻ അറിയാഞ്ഞിട്ടല്ല. ദാ ഇവരെല്ലാം രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നേ. മര്യാദയ്ക്ക് വെളിച്ചപ്പാടിന്റെ ആധാരം കൊടുക്കുന്നോ അതോ വീട്ടുമുറ്റത്ത് വെച്ച് തന്നെ തന്തയും മോനും വാങ്ങിച്ച് അടങ്ങുന്നുണ്ടോ? ഉണ്ടെങ്കിലാവാം. വെളിച്ചപ്പാടെ ഇതാധാരം. ഇതാ ഒരുപാട് പാവങ്ങളുടെ തീരാക്കടങ്ങളുടെ ആധാരം കൊള്ള പലിശയ്ക്ക് നെട്ടൂർപേട്ടയിൽ സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ? അതും കൂടി എടുത്ത് വലിച്ചു കീറി കളഞ്ഞാൻ. കൊല്ലും ഞാൻ. അമ്മാവനോ? അമ്മാവനെ പിന്നെ അമ്മാവനല്ല വേറെ വിളിക്കുക. ഏരപ്പേ. ഓ അങ്ങനെ ഒരു പേരുണ്ടോ? ഇനി വേണ്ടി വന്നാ അങ്ങനെ വിളിക്കാം. നിന്റെ അമ്മയെ കുറിച്ച് ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവര് ചെയ്ത പുണ്യം കൊണ്ടാവും നിനക്കെങ്കിലും ആ സ്വഭാവം കിട്ടിയത്. ദാ നീ ഇപ്പൊ കാണിച്ച തന്റെ ഇടം നല്ലത് തന്നെ. എന്നെക്കാൾ നിന്റെ അച്ഛനെയും ഏട്ടനെയും നിനക്കറിയാലോ. അവരുടെ പുറപ്പാട് എന്തിനാണെന്നാ എന്റെ പേടി. വേണമെങ്കിൽ എന്നെ കൊല്ലാനും ഒരു മടിക്കില്ല. 2 വയസ്സ് തികയാത്ത അവനെ കൊണ്ട് ഇവിടുന്ന് പടിയിറങ്ങുമ്പോ അന്ന് വർക്കി പറഞ്ഞതാ, അവനെ വളർത്തിയ ആളാക്കി കണക്കുകൾ ചോദിക്കുമെന്ന്. അതിന്റെ ആദ്യ പടിയായത്. ഇനിയൊരു പടി പോലും വർക്കി ചവിട്ടരുത്. നീയാണല്ലേ ലാലിച്ചൻ? ഈ ആള് കുറച്ച് മുറ്റാണല്ലോടാ. ഷട്ടേന്ന് എടുത്തേ. കൈ എടുത്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യോടാ? ഓലി വർക്കിച്ചായ ലാലിച്ചിനെ പോലീസ് പിടിച്ചോണ്ട് പോയി. എന്റെ ഏശോയെ എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ പോലീസുകാരെ തല്ലിയതാ കേസ്. അപ്പച്ച ലാലിച്ചായനെ എന്താ ലാലിച്ചായനെ മിണ്ടിപ്പോരുത്. ബാബുട്ട നിങ്ങൾ സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരൂ. എങ്ങോട്ടാ? സ്റ്റേഷനിൽ പോയി അനിയൻകുട്ടനെ പോകുന്നോക്കൊള്ളാം. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ച് ഈ വീട്ടിലേക്ക് വരരുത്. വർക്കിയായിട്ട് ഇന്നേ വരെ ഒരു പോലീസ് സ്റ്റേഷന് തിണ്ണയിലും ചവിട്ടിയിട്ടില്ല. ചവിട്ടിയ മക്കളെ വർക്കിക്ക് വേണ്ട. നല്ല പ്രായത്തിൽ ചത്തുപോയതായിട്ട് കരുതിക്കോളാം. നിന്നെ പോലീസുകാർ ഒരുപാട് ഉപദ്രവിച്ചല്ലോടാ മക്കളെ. ഇല്ല. പിന്നെ അപ്പനോട് പോലീസുകാരൻ പറഞ്ഞു മകൻ ആട്ടുസൂപ്പ് വെച്ചു കൊടുക്കാൻ. ചുമക്കുമ്പോ ചോര ശ്രദ്ധിക്കാതിരിക്കാൻ. നീ എനിക്ക് തന്നെ ഉണ്ടായതാണോ അതോ വല്ല പന്നിക്കും? അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഞാൻ അപ്പനെ ഉണ്ടായതാണോ അതോ പന്നിക്കും ഉണ്ടായതാണോ? ആ നാട് വന്ന് പറഞ്ഞിട്ടൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ വന്നോ? ഇനി നിന്നെ ഈ വീട്ടിൽ കണ്ടുപോകരുത്. നിന്നെ എന്റെ കണ്ണുമുമ്പത്ത് കണ്ടാൽ കൊത്തി എറിഞ്ഞതേ ആ തെങ്ങും തൊട്ടി കുഴിച്ചു മൂടും. ഇറങ്ങിപ്പോടാ, ഇറങ്ങി പോകാൻ. അപ്പൊ എന്തായി കാണിക്കുന്നത്? കൊച്ചിനെയും കൂട്ടി അകത്ത് പോടി, അകത്ത് പോകാൻ. അപ്പ എന്തിനുള്ള പുറപ്പാടാ ഇതൊക്കെ? അപ്പ എന്താ അപ്പ ഇത്? എടാ ഞാൻ ഇവനെയും കൂടി അങ്ങോട്ടൊന്ന് വലിച്ചേ. അകത്തെയും പുറത്തെയും വേദനയ്ക്കൊരു ശമനം കിട്ടട്ടെ. നീ ഒരു തിരുമണ്ടൻ ലാലിച്ചോ. പണ്ടേ നീ ആ ബാവുവിനെ ചവിട്ടി പുറത്താക്കിയിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഈ അനുഭവം വരില്ലായിരുന്നു. നിന്റെ അപ്പന്റെ കൂടെ കൂടി നടന്ന് നിന്നെ ഒന്നിനും കൊള്ളാതാക്കിയത് അവനാ. മതി, ഞാൻ പോവാ. മറക്കത്തില്ല അപ്പന് വേണ്ടാത്ത മോനെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കിയതിന്. പോകാൻ വരട്ടെ. ഇരിക്ക് 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 ലാലിച്ച. ലാലിച്ച, വർക്കിക്ക് നിന്നോട് സ്നേഹക്കുറവൊന്നും ഉണ്ടായിട്ടല്ല. അപ്പനെയും മകനെയും തെറ്റിച്ച് നിന്റെ അപ്പന്റെ സ്വത്തെല്ലാം കൈക്കലാക്കിയാണ് അവന്റെ ലക്ഷ്യം. നീ ആദ്യം വർക്കിയെ നിന്റെ വരുതിയിൽ വരുത്തണം. അതിനെ വർക്കിയുടെ നെഞ്ചുണ്ടല്ലോ നിന്റെ മകൻ, അവനെ പറിച്ചിങ്ങെടുക്കണം. നീ നിന്റെ മകനെയും കെട്ടിയോളെയും കൂട്ടി വേറെ എവിടെയെങ്കിലും പോയി താമസിക്കും. സ്ഥലമില്ലെങ്കിൽ എന്റെ വടക്കേപ്പുറത്തെ കളപ്പുരയിൽ കുടിക്കൂ. 1 or 2 ദിവസത്തിൽ കൂടുതൽ നിന്റെ ചെറുക്കനെ കാണാതെ വർക്കിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. വർക്കി വരും, നിന്റെ അടുത്ത് വരുമടാ. ബാക്കി പറ. എന്നിട്ട് ആലീസേ, എടി ആലീസേ, എന്താ ലാലിച്ചായ? നിനക്ക് എന്തെങ്കിലും എടുക്കാണ്ട് എടുത്തോണ്ട് ഇറങ്ങാൻ. എന്തിനാ? ഇവിടുത്തെ പൊറുതി മതിയെന്ന്.
പറഞ്ഞ കേട്ടില്ലേ? പോയി എടുത്തോണ്ട് പടി. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത് കാണിക്കുന്നത്? വാടാ. വരാനല്ലേ പറഞ്ഞു? ലാലിച്ചായ ഈ രാത്രി ഇവരും കൂട്ടി എങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും. ഇനി ഏതായാലും ഇവിടെ നിൽക്കില്ല. നേരം വെളുത്തിട്ട് പോവാടാ. വാടി. വർക്കിച്ചോ, മക്കള് തന്നോളമായാൽ താനെന്ന് വിളിക്കാൻ ഇടം കൊടുക്കരുതെന്ന കാരണവന്മാരുടെ പ്രമാണം. ഏത് തന്തയാടോ മക്കൾ താന്തൂനികളായി ജീവിക്കുന്ന കണ്ടാ മിണ്ടായിരിക്ക. അന്നേരത്തെ വിഷമത്തിന് വല്ലതും പറഞ്ഞു കാണും എന്നോർത്ത് അവൻ ഇറങ്ങിപ്പോവോ? ഇറങ്ങിപ്പോയതല്ലോ, ഇറക്കി വിട്ടതല്ലേ. തൊട്ടതിനും പിടിച്ചെനക്ക് തലേ കയറിയ പിന്നെ ആരായിരുന്നു? ഇപ്പോ കുറ്റമൊക്കെ അപ്പന്റെ ആയി. അതല്ലപ്പാ, അപ്പൻ അനിയൻകുട്ടനെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നല അവനെ കൂടുതൽ വഷളാക്കുന്നത്. ഇനി ഞാനായിട്ട് അവനോട് ഒരു കറുത്ത അക്ഷരം പോലും പറയണില്ല. എന്താ പോരെ? തെളിച്ച വഴിയെ പോയില്ലേ, പോണ വഴിയെ തെളിക്കുക, അത്ര തന്നെ. എന്നാലും ലാലിച്ചൻ എവിടേക്കാ പോയെന്ന് ഒന്ന് അന്വേഷിക്കേണ്ടതായിരുന്നു. വെള്ളത്തിലും തീയിലും പോയി ചാടാൻ അവൻ കൊച്ചു കുഞ്ഞൊന്നുമല്ലല്ലോ. വരും, താനേ വരും. അല്ലാതെ അവൻ എവിടെ പോവാൻ? നിന്ന് കുറെ നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു ഈ പന്തിയിലെ പക്ഷാഭേദം. എടോ ഭാസ്കര, ഇവക്ക് ഇവനോട് എന്തോ ഒന്ന് ഉള്ളിലുണ്ട്. ആ, എനിക്കും തോന്നിയിട്ടുണ്ട്. എന്റെ മകനും മോശമൊന്നുമല്ല. പിന്നെ തനിക്ക് സമ്മതാണേൽ ഇവളെ നമുക്ക് ഇവനെ കൊണ്ടങ്ങ് കെട്ടിച്ചാലോ?